ഇന്ത്യയിൽ പരീക്ഷാ പേപ്പറുകൾ ചോരുന്നത് ഒരു പുതിയ കാര്യമല്ല. ഒരിക്കലല്ല, വീണ്ടും വീണ്ടും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻട്രൻസ് എക്സാമുകൾ, റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ, ബോർഡ് എക്സാമുകൾ, അങ്ങനെ പലതും. ഓരോ തവണ ഇത് സംഭവിക്കുമ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ, പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ, ഏത് ഉദ്യോഗസ്ഥനാണ്, ഏത് ഏജൻസിക്കാണ് വീഴ്ച പറ്റിയത് എന്നൊക്കെയുള്ള ചർച്ച. പക്ഷെ ഇതിനെല്ലാം താഴെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോർന്നു പോയ ഒരു പരീക്ഷാ പേപ്പർ എന്തുകൊണ്ടാണ് ആളുകളെ ഇത്രത്തോളം തകർത്ത് കളയുന്നത്? സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു പരീക്ഷാ പേപ്പർ ചോരുന്നു, വിദ്യാർത്ഥികൾക്കത് വീണ്ടും എഴുതേണ്ടി വരുന്നു. അതൊരു വലിയ വീഴ്ച തന്നെയാണ്. അത് അനീതിയാണ്, കഴിവുകേടാണ്. ജനങ്ങൾ അതിൽ രോക്ഷം കൊള്ളുന്നതിൽ പൂർണ്ണമായും ന്യായവുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള വഴിയായി കാണുന്നത്? സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത്. വളരെ ഇടുങ്ങിയ ഒരു പ്രവേശന കവാടമുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, സർക്കാർ ജോലി, അങ്ങനെ വിരലിലെണ്ണാവുന്ന ചില ബിരുദങ്ങൾ. അതിനപ്പുറത്തുള്ളതല്ല ഇതിലൊന്നും എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് ചെന്ന് വീഴാനുള്ള വെറും ഇടം മാത്രമായാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അതൊരിക്കലും മറ്റൊരു വഴിയായി നമ്മൾ കാണുന്നില്ല, മറിച്ച് അതൊരു പരാജയമായാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്കും ഇത് കൃത്യമായി അറിയാം, കാരണം നമ്മൾ വളർന്നു വന്നത് ഇതേ സിസ്റ്റത്തിനുള്ളിലാണ്. റിസൾട്ട് വരുന്ന ദിവസം ഒരു മലയാളി കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾക്കറിയാം. ആരുടെയെങ്കിലും മകനോ മകളോ പഠിത്തം കഴിഞ്ഞു എന്നറിയുമ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നും നിങ്ങൾക്കറിയാം. അവന് അല്ലെങ്കിൽ അവൾക്ക് എന്താണ് ഇഷ്ടം എന്നല്ല, എത്ര മാർക്ക് കിട്ടി എന്നാണ്. ഒരു യോഗ്യതയുടെയോ ഡിഗ്രിയുടെയോ പേരിൽ വിവാഹാലോചനകൾക്ക് പോലും എങ്ങനെയാണ് വിലപേശലുകൾ നടക്കുന്നതെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. എൻട്രൻസ് കോച്ചിങ്ങിനായി സ്വന്തം ഭൂമി വിൽക്കുന്നതും കടം വാങ്ങുന്നതുമായ കുടുംബങ്ങളെ നിങ്ങൾക്കറിയാം. കാരണം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചിന്താഗതിയിൽ ആ പരീക്ഷ പാസ്സാകുന്നതിന് പകരമായി മറ്റൊരു നല്ല ജീവിതം അവിടെ ഇല്ല. അതുകൊണ്ട് അവരുടെ മുന്നിലുള്ള ആ ഒരേ ഒരു വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടല്ല അവർക്കുണ്ടാക്കുന്നത്. അവരുടെ ഐഡന്റിറ്റി തന്നെയാണ് അവിടെ തകർന്നു വീഴുന്നത്. അതുകൊണ്ടാണ് ഓരോ തവണ ഇത് സംഭവിക്കുമ്പോഴും ചില വിദ്യാർത്ഥികൾക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത്. ആ പരീക്ഷാ പേപ്പർ ചോർന്നതുകൊണ്ടല്ല അവർ തകരുന്നത്, മറിച്ച് ആ പേപ്പറിന് നമ്മൾ നൽകുന്ന ഒരു വിലയുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ ആരാണ് ഈ വാതിൽ ഉണ്ടാക്കിയത്? (1835) മക്കോളി എന്നൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് നമ്മൾ ഇന്ന് പിന്തുടരുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അടിത്തറയിട്ടത്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞ, രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാർ, പക്ഷെ അഭിരുചിയിലും അഭിപ്രായത്തിലും ഇംഗ്ലീഷുകാർ. അങ്ങനെ കുട്ടികളെ തരംതിരിക്കാൻ വേണ്ടി അവർ ഒരു സിസ്റ്റം ഉണ്ടാക്കി. കാണാപ്പാഠം പഠിക്കുന്നതിനും പരീക്ഷകൾക്കും മാത്രം പ്രാധാന്യം നൽകുന്ന ഒന്ന്. ആളുകൾക്ക് റാങ്കുകൾ നൽകാനും ഭൂരിഭാഗം പേരെയും അതിൽ നിന്നും തരംതിരിക്കാനും ഏറ്റവും മികച്ച ഒരു സിസ്റ്റം. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കണ്ടെത്താനായിരുന്നില്ല ആ പരീക്ഷകൾ ഡിസൈൻ ചെയ്തത്. ഇവിടെയാണ് മിക്കവാറും ആളുകൾ ചിന്തിച്ചു നിർത്തുന്നത്. ബ്രിട്ടീഷുകാർ അത് ഉണ്ടാക്കി, നമ്മളത് ഏറ്റുവാങ്ങി. അപ്പോൾ കോളനിവൽക്കരണമാണ് ഇതിന് എല്ലാം കാരണം. ആ ഒരു ഉത്തരത്തിൽ നമുക്കൊരു പ്രത്യേക സമാധാനമുണ്ട്. കാരണം ആ പ്രശ്നം നമ്മുടെ തലയിൽ മറ്റാരോ അടിച്ചേൽപ്പിച്ചതാണല്ലോ എന്നൊരാശ്വാസം. പക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിട്ട് 80 വർഷത്തോളമായി. ഈ സിസ്റ്റം തന്നെ പിന്തുടരണമെന്ന് ആരും നമ്മളെ നിർബന്ധിച്ചിട്ടില്ല. ഇത് മാറ്റുന്നതിൽ നിന്നൊരു വിദേശ ശക്തിയും നമ്മളെ തടയുന്നുമില്ല. നമ്മൾ സ്വന്തമായി ഒരു ഭരണഘടന എഴുതി, നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു. എന്നിട്ടും ഈ കാലങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളത് തകർത്ത് കളഞ്ഞില്ല. പകരം അത് കൂടുതൽ വലുതാക്കി, പരീക്ഷകൾ കൂടുതൽ കടുപ്പമുള്ളതാക്കി. ആ പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടി മാത്രം നമ്മൾ വലിയൊരു ഇൻഡസ്ട്രി തന്നെ പടുത്തുയർത്തി. ഇനി നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ലോകത്തെ മിക്കയിടങ്ങളെക്കാളും മികച്ച സാക്ഷരത നമ്മൾ നേടി. വലിയ മാറ്റങ്ങളിലൂടെയും ജനകീയ ഇടപെടലുകളിലൂടെയും
നമ്മൾ നേടിയെടുത്ത യഥാർത്ഥ നേട്ടം തന്നെയായിരുന്നു അത്. പക്ഷെ അത് സൃഷ്ടിച്ചത് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരു വലിയ ജനസമൂഹത്തെയാണ്. അവർക്ക് ജോലി നൽകാൻ യാതൊരു വ്യവസായങ്ങളുമില്ലാത്ത ഒരു സ്ഥാനത്ത് നമ്മൾ സപ്ലൈ ഉണ്ടാക്കി. പക്ഷേ ആരും ആ ഡിമാൻഡ് ഉണ്ടാക്കി. ആ വലിയ വിടവിന് ഓരോ മലയാളി കുടുംബങ്ങൾക്കും സുപരിചിതമായ ഒരു പേരുണ്ട്: ഗൾഫ്. ഒരു തലമുറ മുഴുവൻ ഇവിടുന്ന് നാട് വിട്ടുപോയി. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല, മറിച്ച് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ടും പഠിച്ചവർക്ക് ഇവിടെയൊന്നും ചെയ്യാൻ ഇല്ലാതായതുകൊണ്ടുമാണ്. എന്നിട്ട് അവരയച്ച പണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അത് നേരെ കൊണ്ടിട്ടത് ഇതേ സിസ്റ്റത്തിൽ തന്നെയാണ്. കൂടുതൽ ഫീസുള്ള സ്കൂളുകൾ, കൂടുതൽ കോച്ചിങ്ങുകൾ, അടുത്ത തലമുറയ്ക്കായി കൂടുതൽ വലിയ ഡിഗ്രികൾ. അതേ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ വീണ്ടും കൂടുതൽ ആളുകൾ. മക്കളെ ആഗ്രഹിച്ചത് ക്ലാർക്കന്മാരുടെ ഒരു കൂട്ടത്തെയായിരുന്നു. എന്നാൽ അതായി മാറുക എന്നത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമാക്കി നമ്മൾ മാറ്റി. എന്തിനാണ് നമ്മളിപ്പോഴും ആ പഴയ വാതിലിന് കാവൽ നിൽക്കുന്നത്? ബ്രിട്ടീഷുകാർ പോയി, ഈ സിസ്റ്റം ഇപ്പോൾ നമ്മുടേതാണ്. എന്നിട്ടും എന്തിനാണ് നമ്മൾ ഇതിങ്ങനെ തുടരുന്നത്? ഒരു നല്ല ജീവിതം കിട്ടുക എന്നതല്ല നമ്മളുടെ ആവശ്യം. നമുക്ക് ചുറ്റുമുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം കിട്ടുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു തെറ്റല്ല. മനുഷ്യന്റെ തലച്ചോർ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ചരിത്രം എടുത്തു നോക്കിയാൽ മനുഷ്യൻ ചെറിയ കൂട്ടങ്ങളായി ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ നിലനിൽപ്പ് തന്നെ ആ കൂട്ടത്തിൽ അവർ എത്രാമതാണ് എന്നതിനെ ആശ്രയിച്ചായിരുന്നു. അതുകൊണ്ട് സ്വന്തം ജീവിതം എത്രത്തോളം നല്ലതാണെന്ന് സ്വയം അളക്കാൻ നമ്മുടെ തലച്ചോറിന് അറിയില്ല. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ മാത്രമേ അതിനറിയൂ. കഴിഞ്ഞ വർഷം വലിയ തുകയായി തോന്നിയിരുന്ന നിങ്ങളുടെ ശമ്പളം കൂട്ടുകാരൻ നിങ്ങളെക്കാൾ കൂടുതൽ കിട്ടുന്നു എന്നറിയുമ്പോൾ പെട്ടെന്ന് ചെറുതാകുന്നത് അതുകൊണ്ടാണ്. അയൽക്കാരൻ വലിയ വീട് വെക്കുമ്പോൾ നമ്മളുടെ വീട് ചെറുതായി പോയെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ കുട്ടിക്ക് കിട്ടിയ വലിയ മാർക്ക് മറ്റേ കുട്ടിക്ക് അതിലും കൂടുതൽ കിട്ടി എന്നറിയുമ്പോൾ പെട്ടെന്ന് ഒന്നുമല്ലാതായി പോകുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സത്യത്തിൽ മാറിയിട്ടില്ല. മറ്റുള്ളവർക്ക് മുന്നിലുള്ള നിങ്ങളുടെ ആ സ്ഥാനം മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ താരതമ്യം ചെയ്യാൻ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. നമ്മളത് നമ്മളുടെ കുട്ടികൾക്കും കൈമാറും. എവിടെയൊക്കെയോ തഴയപ്പെട്ടു പോയാൽ, അവസരങ്ങൾ കിട്ടാതെ പോയാൽ, മറ്റുള്ളവർ വളരുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ചില മാതാപിതാക്കൾ, അവർ ആ പരീക്ഷകളെ കാണുന്നത് തങ്ങളുടെ കുട്ടികളുടെ കഴിവ് അളക്കാനുള്ള ഒരു മാർഗമായിട്ടല്ല, മറിച്ച് തങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ പോയ സ്വന്തം ജീവിതം തിരികെ പിടിക്കാനുള്ള രണ്ടാമതൊരു അവസരമായിട്ടാണ്. അവർ അതിനെ സ്നേഹമെന്ന് വിളിക്കും. അവരുടെ സ്നേഹമാണെന്ന് അവർ ശരിക്കും വിശ്വസിക്കുകയും ചെയ്യും. അതിൽ കുറച്ചൊക്കെ സ്നേഹമുണ്ട് താനും. എന്നാൽ ബാക്കിയുള്ളത് കഴിഞ്ഞ 30 വർഷമായി തങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വലിയ മുറിവ് സ്വന്തം കുട്ടിയിലൂടെ ഉണക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ വെപ്രാളമാണ്. റിസൾട്ട് വരുന്ന ദിവസം മലയാളി കുടുംബങ്ങളിൽ അത് അത്ര വലിയ പൊട്ടിത്തെറിയായി മാറുന്നതും അതുകൊണ്ടാണ്. അതൊരു കരിയർ നഷ്ടപ്പെട്ടതിന്റെ നിരാശ മാത്രമല്ല അവിടെ പുറത്തു വരുന്നത്. ഒരച്ഛനോ അമ്മയോ ചെയ്തു തീർക്കാൻ ബാക്കി വെച്ച അവരുടെ ബാധ്യതകൾ മുഴുവൻ 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ തലയിലേക്ക് വീഴുന്നതാണ്. ഓരോ വർഷവും ഈ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ കഴിയാതെ പുറത്താക്കപ്പെടുന്ന കുട്ടികളോട് നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട്: നീ നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് എന്ന്. ആ കുട്ടികൾ നമ്മൾ പറയുന്നത് വിശ്വസിക്കും. എന്നിട്ട് 20 വർഷങ്ങൾക്ക് ശേഷം അവർ അവരുടെ കുട്ടികളോടും ഇതേ കാര്യം തന്നെ ആവർത്തിക്കും.